ഹലോ, കുക്കു ത്രീനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ബനാന കോക്കനട്ട് ബോൾസ്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴമാണ്. ഒരുവിധം പഴുത്ത ഏത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 2 നുള്ള് ഏലക്കാപ്പൊടിയാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും വേണം. നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ മധുരം മതി എന്നാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതാണ്. ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് ഇത് കടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ പൗഡർ ആക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും എന്ന് മാത്രം. ഇത് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഏത്തപ്പഴം ഞാൻ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. തണുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിലെ ആ കുരുവും നാരും എല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ ചിരകിതിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതാണ് നമ്മുടെ കണക്ക്. ഒരുപാടങ്ങ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട. അപ്പോൾ അതുവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ ആ തേങ്ങ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇതിനെ ഒരു 2-3 മിനിറ്റ് ഈ നെയ്യിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ചെറു തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ ഈ നെയ്യിലേക്കൊന്ന് ഉരുകി ആ ഏത്തപ്പഴമൊക്കെ ആയിട്ട് ചേർന്ന് നല്ല ഒരു ഫ്ലേവറും വരും. ഇപ്പോൾ ആ ഏത്തപ്പഴമൊക്കെ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി 1/4 ഭാഗം പിന്നീടുള്ള ആവശ്യത്തിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഈ തേങ്ങയൊക്കെ അതിലേക്ക് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ തണുക്കാനായിട്ട് വിടുക. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ആക്കുവാണ്. ഇപ്പോൾ ആ ഏത്തപ്പഴവും തേങ്ങയും കൂടെയുള്ള മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ബോൾ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് തേങ്ങ ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ബനാന കോക്കനട്ട് ബോൾസ്. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഇത്രയും ചെറിയ മുഴുപ്പിലുള്ള 9 ബനാന കോക്കനട്ട് ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും അല്ലേ? നല്ല ഹെൽത്തിയാണ്. ഒപ്പം മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്
നെയ്യിലിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ മതി. ഞാൻ ഇതിന് മുമ്പ് ബ്രെഡ് ബനാന റോൾസ് എന്നുള്ള റെസിപ്പി ചെയ്തപ്പം അതിനകത്തത് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.